നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന സൂചന. ട്രെയിൻ ഡീവിയേറ്റ് ചെയ്ത് ഗതി തിരിച്ചുവിടാനുള്ള സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റിയ നിലയിൽ ഓച്ചിറ വയനകത്താണ് സംഭവം. പന്ത്രണ്ട് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. വടക്കേവിള കല്ലുംതാഴ സ്വദേശി സനൂജാണ് പിടിയിലായത്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പരിധിയിൽ ലഹരി പരിശോധന ശക്തമാക്കിയെന്ന് പോലീസ്. കൊല്ലം TKM കോളേജിൽ KSU നേതാക്കൾക്ക് മർദ്ദനം. SFI പ്രവർത്തകർ മർദ്ദിച്ചതായാണ് പരാതി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU നേതാക്കൾക്കാണ് മർദ്ദനമേറ്റത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടക്കം. പ്രസവത്തിനായി പ്രവേശിപ്പിച്ച 2 ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് RYF പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന സൂചന. ഓച്ചിറ വയനകത്താണ് സംഭവം. ട്രെയിൻ ഡീവിയേറ്റ് ചെയ്ത് ഗതി തിരിച്ചുവിടാനുള്ള സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റിയ നിലയിൽ. ഓച്ചിറ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഓച്ചിറ വയനകത്താണ് സംഭവം. ട്രെയിൻ ഡീവിയേറ്റ് ചെയ്ത് ഗതി തിരിച്ചുവിടാനുള്ള സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. പുലർച്ചെ ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് സിഗ്നൽ വീഴാതിരുന്നതോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേയുടെ അത്യാധുനിക സിഗ്നൽ സംവിധാനം ഇത് മനസ്സിലാക്കുകയും തുടർന്ന് റെഡ് സിഗ്നൽ നൽകുകയുമായിരുന്നു. ഇതേ തുടർന്ന് ട്രെയിൻ നിർത്തിയതിനാലാണ് അപകടം ഒഴിവായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇത് 4ാമത്തെ ശ്രമമാണ്. ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്നാണ് സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് റെയിൽവേ അധികൃതർ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ വിരമിച്ച SIമാരായ സക്കീർ ഹുസൈൻ, വിജയരാജൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിരമിച്ച SIമാർക്കാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകിയത്. വിരമിച്ച SIമാരായ സക്കീർ, വിജയരാജൻ പിള്ള എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ശാസ്താംകോട്ട SHO മനോജിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SI ഷാനവാസ്, SI ശരത്, ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. അനൂസാർ ഇരിക്കുന്ന സമയത്തൊക്കെ വെളുപ്പിനെ 4 മണിക്ക് വിട്ടാലും പറയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ അടുത്ത ഉത്സവത്തിന് വരണമെന്ന് പറയും. പക്ഷെ അത്രയ്ക്ക് ഒരു സ്നേഹം നമ്മുടെ ഇവിടെയുള്ള സേനാംഗങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് റിട്ടയർ ആയി പോകുന്ന വിജയരാണ് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാലം മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ സാറ്റ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷെ വൈകുന്നേരങ്ങളിൽ താമസിച്ചായിരിക്കും പോകുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ സാറ്റയുടെ സമയത്ത് ഞാൻ സാർ ഇല്ലെങ്കിൽ മാത്രമാണ് സത്യത്തിൽ ഞാൻ സാറ്റയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴും 8 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, എത്തുന്ന വ്യക്തിയാണ് വിജയരാജൻ. വിജയരാജന്റെ വൈഫിനെ കൊണ്ടുവിടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ ഇവിടെ വരും. രാത്രി ചേച്ചി വരുന്നതിനനുസരിച്ച് രാത്രി 8-9 മണി വരെ ഇവിടെ ഡ്യൂട്ടി ചെയ്തിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒന്ന് ഇടയ്ക്കൊരു ദിവസം നമ്മൾ നേരത്തെ 8:30 പോകാൻ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പോകുന്നില്ല, ഈ മനുഷ്യനെങ്കിലും ഇറങ്ങാൻ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്ക് കയറി. സാറിന്റെ കൂടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നില്ല. കാരണം ഞാൻ വന്ന സമയത്ത് തന്നെ സാർ ലീവിലായിരുന്നു. സാറ് റിട്ടയർ ചെയ്ത് പോകുമ്പോഴും ലീവിലാണ്. പക്ഷേ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ ലോ ആൻഡ് ഓർഡറിലെ പുലിയായിട്ടാണ് അവിടെയുള്ള എല്ലാ ജീവനക്കാരും സക്കീർ സാറിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം പോകുമ്പോൾ നമ്മുടെ സ്റ്റേഷനുണ്ടാവുന്ന ഒരു നഷ്ടവും വിടവും നികത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സാറിനെ പല അവസരങ്ങളിലും നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. കരാട്ടയാണ് സാറിന്റെ ലൈഫ്. സ്വന്തമായിട്ട് എറണാകുളത്തിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. വടക്കേവിള കല്ലുംതാഴ സ്വദേശി സനൂജാണ് പിടിയിലായത്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 2 ലക്ഷത്തോളം രൂപ വില വരുന്ന 12 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്.
സ്കൂൾ തുറക്കലിന് മുന്നോടിയായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് 12 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. വടക്കേവിള കല്ലുംതാഴം അനുഗ്രഹ നഗർ 95 തടവിള വീട്ടിൽ സനൂജാണ് പിടിയിലായത്. വേനലവധി കഴിഞ്ഞ് അടുത്തയാഴ്ച സ്കൂളും കോളേജും തുറക്കാനിരിക്കെ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം സിറ്റി പരിധിയിൽ ലഹരി പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൈനുമൂട് ഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന ഏകദേശം 2 ലക്ഷത്തോളം രൂപ വില വരുന്ന 12 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ SI രണദേവൻ, CPOമാരായ സുധീന്ദ്രൻ, ഷെഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരുവുനായ വന്ധ്യംകരണം പാവുമ്പ മുളക്കാട്ടുചിറയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മുളക്കാട്ടുചിറ സംരക്ഷണ ജനകീയ പ്രതിഷേധ കൂട്ടായ്മയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടർ വിളിച്ച വിശദീകരണ യോഗം കളക്ടറുടെ അഭാവത്തിൽ നടത്താൻ തുടങ്ങിയത് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അതുപോലെ യോഗം കണക്ക് വന്നിട്ട് തുടങ്ങിയാൽ മതി എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾ കേൾക്കുന്നേ കേൾക്കും. അതെ, നിങ്ങൾ കല്ലുവരെ ഇട്ടല്ലോ. തെരുവുനായ വന്ധ്യംകരണം പാവുമ്പ മുളക്കാട്ടുചിറയിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. മുളക്കാട്ടുചിറ സംരക്ഷണ ജനകീയ പ്രതിഷേധ കൂട്ടായ്മയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുടിവെള്ളം മുട്ടാതെ പാവുമ്പയെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ഇതിനിടെ ABC പദ്ധതി നടത്തിപ്പിന് കല്ലിട്ട പാവുമ്പയിൽ കളക്ടർ വിളിച്ച വിശദീകരണ യോഗം കളക്ടറുടെ അഭാവത്തിൽ നടത്താൻ തുടങ്ങിയത് പ്രദേശവാസികൾ ചേർന്ന് തടഞ്ഞു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ മാത്രം വേദിയിലിരുന്ന് യോഗം തുടങ്ങാൻ തീരുമാനിച്ചതാണ് പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചത്. സാന്നിധ്യത്തിൽ യോഗം തുടങ്ങാൻ വരുത്തില്ല ഈ വിഷയത്തിൽ. സംയുക്ത സമരസമിതി പ്രസിഡന്റ് ഗോപൻ, സെക്രട്ടറി രാജൻ, അഡ്വക്കേറ്റ് B അനിൽകുമാർ, മായ സുരേഷ്, KK കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് B അനിൽകുമാർ, സുരേഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. കൊല്ലം TKM കോളേജിൽ KSU നേതാക്കളെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU നേതാക്കളെ മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റ KSU പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 പേരുണ്ടായിരുന്നു. അവന്മാരൊരു 300 പേരായി. 300 പേരായി. ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് ആക്രമിക്കുകയായിരുന്നു. നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU പ്രവർത്തകരെയാണ് SFI പ്രവർത്തകർ മർദ്ദിച്ചതെന്നാണ് പരാതി. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ KSU ജില്ലാ ജനറൽ സെക്രട്ടറി MS സുബാൻ, സെക്രട്ടറിമാരായ SP ആദി, ഗൗരി മോഹൻ, BS മീനാക്ഷി എന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ നാടകം തീരാൻ ഒരു 2 മണി, ഏകദേശം 2 മണിയൊക്കെ ആയി. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ നാടകം കോളേജിലെ നാടകം ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന് അതിൻ്റെ പകുതി ലൈറ്റൊക്കെ നിന്നുപോയി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അപ്പീലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ SN കോളേജിലൊക്കെ പോകണം. അപ്പോൾ SN കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പം ഞാനും നദി ജില്ലാ എക്സിക്യൂട്ടീവാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് തിരിഞ്ഞതും ഇവനെ വന്ന് എടുത്തുകൊണ്ട് പോയി കുറേ പേര് അടിച്ചു. പിന്നെ കുറേ പേര് വന്നു. ഞങ്ങൾ അറിഞ്ഞില്ല ആദ്യം ഇവനെ അടിക്കുന്നതെന്ന്. കാരണം ഞങ്ങൾ എടുത്ത് നിന്നായിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഇവനെ കുറേ പേര് വന്ന് അടിച്ചു. അപ്പം ഞങ്ങളത് ഇവനെ പിടിക്കാൻ പോയതാണ്. പിടിക്കാൻ പോയി ഞങ്ങളെ കുറേ നേരം അടിച്ചു. എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞിരുന്നതാണ്. സർജറി കഴിഞ്ഞിട്ട് ലിഗമെൻറ്റ് മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ കാലും അടയ്ക്കുന്ന എൻ്റെ കാലിപ്പോൾ പൊക്കാൻ വയ്യാതായി. പിന്നെ ഗൗരിക്ക് തല പ്രശ്നമായി. പോലീസ് നോക്കി നിൽക്കെയാണ് ആക്രമണം നടത്തിയതെന്നാണ് KSU ആരോപിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് നിന്ന പോലീസുകാർ പോലും ഒന്ന് ഇടപെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം അവര് സുബാൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ അവര് ഓഡിറ്റോറിയം മുതൽ ഗേറ്റിൻ്റെ അവിടെ വരെ അടിച്ചു.
അതിനുശേഷം പോലീസുകാരെടുത്ത് പറഞ്ഞപ്പോൾ പോലീസുകാർ ആംഗ്യം കാണിക്കുക, മതി മതി നിർത്ത് എന്ന് ആംഗ്യം കാണിക്കുക. നമ്മളിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അവർ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടക്കം. പ്രസവത്തിനായി പ്രവേശിപ്പിച്ച 2 ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് RYF പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതോടെയാണ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച 2 ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പ്രസവത്തിനായി ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് തീരുമാനം മാറ്റിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിനിടെ ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെടുത്ത തീരുമാനം ബന്ധുക്കളെ പരിഭ്രാന്തരാക്കി. ആശുപത്രി അധികൃതർ ബന്ധുക്കളെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തി. ഇതേസമയം പ്രതിഷേധവുമായി യുവജന സംഘടനകളും രംഗത്തെത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് RYF പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തനത്തിനിടെ ഓഫാകുന്നത് സാധാരണമാണ്. ഡീസൽ വാങ്ങിയതിന് പെട്രോൾ പമ്പുടമകൾക്ക് വലിയ തുക കുടിശ്ശികയുമുണ്ട്. പമ്പുടമ ആശുപത്രിക്ക് ഡീസൽ കടമായി നൽകാൻ വിസമ്മതിച്ചിരുന്നു. ലൈനുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് നിലച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കാലതാമസം നേരിടുന്നതും പമ്പിന്റെ തകരാറും ഡീസൽ ലഭിക്കാത്തതുമാണ് രോഗികളെ മാറ്റാൻ പ്രേരണയായത്. നമ്മളൊരു കാര്യം പറയുമ്പോഴേ അതിന് മെഴുകുതിരിയായിട്ടാണ് വന്നേക്കുന്നത്. മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി വന്നേക്കും. ഇവിടെ മെഴുകുതിരി കത്തിക്കേണ്ട സാഹചര്യം ഈ ഹോസ്പിറ്റലിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി വെച്ചേക്കുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലെ സാധാരണക്കാരന് ഇവിടെ ചികിത്സ. ജീവൻ രക്ഷ കണക്കിലെടുത്താണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അത് ഒരു ഏജൻസി ഈ കൊല്ലം സപ്ലൈ അവരാണ് തന്നിരുന്നത്. അവര് കഴിഞ്ഞ 2022 അവര് ബില്ല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലൊന്നും രേഖപ്പെടുത്താത്ത ഒരു ബില്ല് 10,000-ലധികം രൂപയുടെ ബില്ല് കൊടുക്കാനുണ്ട്. അത് അടച്ചാലേ ഈ തരുന്നുള്ളൂ. ഇതേസമയം തന്നെ സൂപ്രണ്ടിനെ ഉപരോധിച്ച യുവജന സംഘടനാ നേതാക്കൾ ഡീസൽ എത്തിച്ച ശേഷമാണ് പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരളം കടക്കണിയിലല്ലെന്നും രാജ്യത്ത് തന്നെ ഏറ്റവും കുറച്ച് കടമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്നും മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാരിന്റെ ആകെയുള്ള കടത്തിന്റെ പകുതി ശതമാനം പോലും കേരളത്തിനില്ലെന്നും മന്ത്രി പറഞ്ഞു. പുനലൂരിലെ ശ്രീരാമവർമ്മപുരം ചന്ത നവീകരണം, എക്സൈസ് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ആധുനിക അറവുശാല എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നയാ പൈസ പോലും കേന്ദ്രം തരാതിരുന്നിട്ടും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ തന്റേടം കാണിച്ച ജനങ്ങളുടെ നാടാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. പുനലൂരിലെ പുതിയ പദ്ധതികളായ ശ്രീരാമവർമ്മപുരം ചന്ത നവീകരണം, എക്സൈസ് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ആധുനിക അറവുശാല എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും വികസന രംഗത്ത് സംസ്ഥാനം കഴിഞ്ഞ 9 വർഷമായി കുതിച്ചുചാട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന കാര്യങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് അതിൽ കൂടി കടന്നു പോകാൻ കഴിയുന്നത് എന്നുള്ള ചെറിയ കാര്യമാണ്. കേരളത്തിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ലോകത്തെവിടെ പോയാലും കൊല്ലൂരുകാർ കാണും, കൊല്ലത്തുകാർ കാണും, ഏത് സ്ഥലത്തുകാർ കാണും. അങ്ങനെ വലിയ പരിചയസമ്പന്നരായ ആളുകൾ ലോകത്തേക്കെല്ലാം പോകുന്ന നാടാണ് നമ്മുടെ നാട്. അവരുടെ എല്ലാം ആ പരിചയം നമ്മുടെ നാട്ടിൽ തന്നെ വിവിധ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്തുവാണ്. ഇന്ന് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു 892 കോടി രൂപയുടെ നവകേരള പദ്ധതികൾക്ക് പണം ഇന്നലെ ക്യാബിനറ്റ് അനുവദിച്ചു. അതുമാത്രമല്ല, കേരളത്തിലെ ആധുനിക സയൻസ് പാർക്കുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, യൂണിവേഴ്സിറ്റികളുടെ ഏറ്റവും ഗവേഷണ സൗകര്യങ്ങൾ, കൊല്ലത്തെ IT പാർക്കിൽ ഇന്നലെ
അതിൻ്റെ പ്രാഥമികമായിട്ട് അനുവാദം കൊടുത്തു. കൊല്ലത്ത് വലിയ IT പാർക്ക്, പുല്ലൂർ വരുന്ന ഈ മാർക്കറ്റ്, ഈ മത്സ്യ മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഗൾഫിലൊക്കെ പോയാൽ വലിയ സൗകര്യമുള്ള മത്സ്യ മാർക്കറ്റാണ്. അതുപോലുള്ള മാർക്കറ്റ് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. യൂറോപ്പിലെ മത്സ്യ മാർക്കറ്റ് പോലുള്ള മാർക്കറ്റാണ്. നമ്മുടെ മലയാളികൾ വളരെയേറെ വൃത്തിയുടെ കാലത്ത് പൊതുവിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ കിട്ടുവാൻ ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോൾ. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പുനലൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 4 പദ്ധതികൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുക. നമ്മുടെ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നമുക്കറിയാം, എത്രയോ നാളുകളായി പുനലൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. നമ്മളൊക്കെ റേഡിയോയിലൂടെ കേരളത്തിലാകമാനമുള്ള മാർക്കറ്റ് അതിൻ്റെ വിലനിലവാരത്തെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ പറയുന്ന ഒരു പേരാണ് പുനലൂർ മാർക്കറ്റ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല നിലയിൽ പലചരക്ക് വ്യാപാരം അടക്കം നടന്നിരുന്ന ഒരു മാർക്കറ്റ്. നഗരസഭാ അധ്യക്ഷ K പുഷ്പലത, ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനോയ് രാജൻ, PA അനസ്, വസന്താരഞ്ജൻ, പ്രിയാപിള്ള, മുൻ നഗരസഭാ അധ്യക്ഷ നിമ്മി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീട് കയറി ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തയാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബു ആണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ഇയാൾ മോഷണ കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അയൽവാസിയെ വീട് കയറി ആക്രമിക്കുകയും ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് മണക്കോട് മരുതിവിളപ്പുത്തൻ വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ഇയാൾ വീട്ടിലെത്തുന്നത് പോലീസിനെ അറിയിക്കുന്നു എന്നാരോപിച്ചായിരുന്നു അയൽവാസിയായ മണക്കോട് ചരുവിള വീട്ടിൽ വിമലയുടെ വീട്ടിൽ ആക്രമണം നടത്തിയത്. കന്നാസിൽ ഡീസലുമായി വീട്ടിലെത്തിയ ബാബു വീടിനുള്ളിൽ ഡീസൽ ഒഴിക്കുകയും കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. ഏരൂർ CI പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഭാരതീപുരത്തു നിന്നുമാണ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. വീട് കയറിയുള്ള അക്രമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. സമീപത്ത് നടന്ന ഏതെങ്കിലും മോഷണ കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കൊട്ടാരക്കര പുത്തൂർ ചുങ്കത്തറയിലായിരുന്നു സംഭവം. പുത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പുത്തൂർ ചുങ്കത്തറയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചത്. മൂന്നാഞ്ചിറ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. പുത്തൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. AC ഓണാക്കിയപ്പോൾ പുക ഉയരുകയും തീ ആളിപ്പടരുകയുമായിരുന്നു. കാറിൽ നിന്നും പുക ഉയർന്നപ്പോൾ തന്നെ കാറിലുണ്ടായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരനും പുറത്തേക്കിറങ്ങി. ഉടൻ തീ ആളിപ്പടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കാർ നന്നാക്കിയ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു ഉടമയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്നത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന സൂചന. ട്രെയിൻ ഡീവിയേറ്റ് ചെയ്ത് ഗതി തിരിച്ചുവിടാനുള്ള സംവിധാനത്തിന്റെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റിയ നിലയിൽ. ഓച്ചിറ വയനകത്താണ് സംഭവം. പന്ത്രണ്ട് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. വടക്കേവിള കല്ലുംതാഴ സ്വദേശി സനൂജാണ് പിടിയിലായത്. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പരിധിയിൽ ലഹരി പരിശോധന ശക്തമാക്കിയെന്ന് പോലീസ്. കൊല്ലം TKM കോളേജിൽ KSU നേതാക്കൾക്ക് മർദ്ദനം. SFI പ്രവർത്തകർ മർദ്ദിച്ചതായാണ് പരാതി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ നാടക മത്സരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ നിന്ന KSU നേതാക്കൾക്കാണ് മർദ്ദനമേറ്റത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടക്കം. പ്രസവത്തിനായി പ്രവേശിപ്പിച്ച 2 ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് RYF പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.